ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 5ലെ റിംജിം പാഠ്യപുസ്തകത്തിലെ വേ ദിൻ ഭി ക്യാ ദിൻ ഥേ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. वे दिन भी क्या दिन थे. घटना महत्वपूर्ण थी, वरना कुम्मी अपनी डायरी में उसे क्यों लिखती. അപ്പോൾ ഘട്ടന എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, മഹത്വപൂർണ്ണ എന്ന് പറഞ്ഞാൽ അതിപ്രധാനമായിട്ടുള്ള, അതായത് ജറൂറി. അപ്പോൾ ആ സംഭവം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മഹത്വപൂർണ്ണ അതിപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കുമ്മി ഡയറിയിൽ എഴുതത്തില്ല. അപ്പോൾ अपनी डायरी में उसने 17 मई सन 2155 की रात को लिखा. എപ്പോഴാണ് ഡയറി എഴുതിയത്? 17 മെയ് 2155. 2155 എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ സംഭവം എപ്പോഴത്തെയാണ്. അതായത് കഥാകൃത്ത് ഇങ്ങനെ കൽപ്പനയിലൂടെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് 2-3 ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവത്തെ പറ്റിയാണ് കഥാകൃത്ത് എഴുതുന്നത്. അപ്പോൾ അതിലെ ഒരു ക്യാരക്ടറാണ് കുമ്മി, പിന്നെ രോഹിത്. അപ്പോൾ കുമ്മി എന്താണ് ഡയറിയിൽ എഴുതുന്നത്? ആജ് രോഹിത് കോ സച്മുച്ച് കി ഏക് പുസ്തക് മിലി ഹൈ. ഇന്ന് രോഹിത്തിന് ശരിക്കുമുള്ള ഒരു പുസ്തകം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം എന്നത് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലേ. പുസ്തകത്തെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കിതാബ്, പുസ്തകം എന്ന് പറഞ്ഞാൽ കിതാബ്. വ പുസ്തക് ബഹുത് പുരാനി थी. വളരെ പഴയ പുസ്തകമാണത്. कुम्मी के दादा ने बताया था कि जब वे बहुत छोटे थे तब उनके दादा ने कहा था कि उनके ज़माने में सारी कहानियाँ कागज़ पर छपती थी और पढ़ी जाती थी. അപ്പോൾ അപ്പൂപ്പൻ, കുമ്മിയുടെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആ സമയത്ത് അപ്പൂപ്പൻ്റെയും അപ്പൂപ്പൻ അല്ലേ, അതായത് അച്ചാച്ചൻ എന്താണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടത്? ഈ കഥകളൊക്കെ അപ്പൂപ്പൻ്റെ കാലത്ത് ഈ പേപ്പറിലായിരുന്നു അച്ചടിച്ചു കൊണ്ടിരുന്നതും വായിച്ചുകൊണ്ടിരുന്നതും എല്ലാവരും അല്ലേ. അപ്പോൾ പുസ്തകോമേ പൃഷ്ഠ ഹോത്തെ थे जिन पर कहानियाँ छपी होती थी और हर पृष्ठ पढ़ने के पश्चात दूसरा पृष्ठ पलटकर ആകെ പഠന होता था. അപ്പോൾ പൃഷ്ഠ എന്ന് പറഞ്ഞാൽ പേജസ് അല്ലേ. പുസ്തകവും അതിൽ പേജസ് ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓർ ഹർ പൃഷ്ഠ പഠനയ്ക്ക് ബാദ് ഓരോ പേജസ് ഇങ്ങനെ വായിച്ചതിന് ശേഷം, പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്നർത്ഥമാണ് അല്ലേ. ദൂസറാ പൃഷ്ഠ പലട്കർ ആകെ പഠന होता था. അതായത് ഒരു പേജ് കഴിഞ്ഞ ഉടനെ അടുത്ത പേജ് വായിക്കാനായിട്ട് തുടങ്ങും. അതിനായിട്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം അല്ലേ. പൃഷ്ഠ എന്ന് പറഞ്ഞാൽ പന്നെ എന്നാണ് അർത്ഥം, അതായത് പേജസ്. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ബാദ്മേ, അതായത് പിന്നീട് എന്നർത്ഥമാണ് വരുന്നത്. പലട്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ മറിക്കുക അല്ലെ, പേജസ് മറിക്കുക. അപ്പോൾ സാരേ ശബ്ദ സ്ഥിർ രഹത്തെ थे ചലത്തെ नहीं थे जैसे आजकल पर्दे पर चलते हैं. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും സ്ഥിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥായി, അതായത് ഇങ്ങനെ അനങ്ങത്തില്ല അല്ലേ. സ്ഥായി ആയിട്ടുള്ള ആയിരിക്കും അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഇങ്ങനെ സ്ഥായി അനങ്ങാതെ ആയിരിക്കും. ചലത്തെ നഹി थे जैसे आजकल पर्दे पर चलते हैं. ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല, അതായത് ഇങ്ങനെ മുന്നോട്ട് പോയി കമ്പ്യൂട്ടറിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ലെറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണത്തില്ല എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ അത് മൂവ് ചെയ്യത്തില്ലായിരുന്നു. ഈ ബുക്കിലാവുമ്പോൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കത്തില്ല അക്ഷരങ്ങൾ. അതാണ് ഇവിടെ മീൻ ചെയ്തത്. പൃഷ്ഠ പലട്കർ ആകെ പഠന होता था, सारे शब्द स्थिर रहते थे चलते नहीं थे जैसे आजकल पर्दे पर चलते हैं. पर्दे എന്ന് പറഞ്ഞാൽ സ്ക്രീൻ അല്ലേ. ഇപ്പോൾ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇങ്ങനെ ലെറ്റേഴ്സ് മൂവ് ചെയ്യത്തില്ല, അനങ്ങാതെ നിൽക്കും, സ്ഥിർ അല്ലെങ്കിൽ സ്ഥായി ആയിട്ട് നിൽക്കും. रोहित ने कहा था कितनी पुस्तकें बेकार जाती होंगी, एक बार पढ़ी और फिर बेकार हो गई. अब तो हमारे टेलीविज़न के पर्दे पर न जाने कितनी पुस्तकों की सामग्री आ जाती है और फिर भी ये पुस्तक नई की नई रहती है. അപ്പോൾ രോഹിത് എന്താ പറഞ്ഞത് കുമ്മിയോട്? എത്രയോ പുസ്തകം വേസ്റ്റായി കാണും അല്ലേ. ബേക്കാർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആവുക, യൂസ് ഇല്ലാതെ ആവുക അല്ലേ, യൂസ്ലെസ് ആവുക. അപ്പോൾ ഇതൊക്കെ വേസ്റ്റായി കാണില്ലേ. एक बार पढ़ी और फिर बेकार हो गई. कुम्मी ने भी रोहित की हाँ में हाँ मिलाई. फिर पूछा तुम्हें वो पुस्तक कहाँ मिली. കുമ്മിയും രോഹിത് പറഞ്ഞതൊക്കെ ശരി വെച്ചു അല്ലേ. എന്നിട്ട് ചോദിച്ചു ആ പുസ്തകം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. രോഹിത്തിനെ ബത്തായ अपने घर में വീട്ടിൽ ലഭിച്ചതാണ്. एक पुराना डिब्बा कहीं दबा पड़ा था. ഏതൊരു ബോക്സ് ഇങ്ങനെ അമങ്ങി കിടക്കുകയായിരുന്നു ഒരു സ്ഥലത്ത്. उसी को फेंक रहे थे, അതിനെ കളയുകയായിരുന്നു. उसमें से यह पुस्तक मिली. അവിടെ നിന്നാണ് ഈ പുസ്തകം ലഭിച്ചത്. इसमें क्या लिखा है, ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്?
സ്കൂളോं കെ ബാരെ മേ ലിഖാ ഹൈ, സ്കൂളുകളെ പറ്റിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് രോഹിത് പറഞ്ഞു. സ്കൂൾ, കുമ്മി ने प्रश्न किया, സ്കൂളിനെ പറ്റിയോ? അപ്പോൾ ഉസ്കെ വിഷയ में लिखने को है ही क्या, അതിനെപ്പറ്റി എന്താ എഴുതാനുള്ളത് എന്ന് കുമ്മി പറഞ്ഞു. हर विद्यार्थी के घर पर एक मशीन होती है जिसमें टेलीविज़न की तरह का एक पर्दा होता है. അപ്പോൾ പറഞ്ഞു എല്ലാ വിദ്യാർത്ഥി, അതായത് എല്ലാ സ്റ്റുഡൻസുകളുടെ വീട്ടിൽ ഒരു മെഷീൻ ഉണ്ടാവും, അത് ടെലിവിഷൻ, ജിസ്മെ ടെലിവിഷനെ പോലെ എന്താണ് ഒരു സ്ക്രീൻ ഉണ്ടാവും, പർദ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഉണ്ടാവും. പിന്നെ റോസ് നിയമിത് റൂപ് ഉസ്കെ സാമനെ, എല്ലാ ദിവസവും റൂട്ടീൻ എന്ന പോലെ അല്ലേ, അതിൻ്റെ മുമ്പിൽ എന്താണ് ചെയ്യേണ്ടത്, बैठकर हमें वह सब याद करना होता है जो वो മെഷീൻ हमें बताती है. എല്ലാം മുമ്പിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ച് പഠിക്കേണ്ടി വരും. ആ മെഷീൻ എന്തൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നോ, എന്തൊക്കെ പറഞ്ഞു തരുന്നോ അതൊക്കെ ഞങ്ങളിങ്ങനെ ഓർമ്മിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. സാരാ ഗൃഹ കാര്യ കർക്കെ दूसरे दिन उसी മെഷീൻ में डाल देना होता है. അപ്പോൾ എല്ലാ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം അതേ മെഷീനിലോട്ട് ആ ഹോംവർക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. ഹമാരി ഗൽത്തിയാ ബതാക്കർ ഫിർ വ ഹമേ സംജാത്തി ഹെ. അപ്പോൾ ഞങ്ങളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി എന്താണ് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി തരും. एक विषय पर पूरा होने पर वही मशीन हमारी परीक्षा लेकर हमें आगे पढ़ाना आरंभ कर देती है. അപ്പോൾ എന്തെങ്കിലും വിഷയം കംപ്ലീറ്റ് ആകുമ്പോൾ ആ മെഷീനെ പറ്റി എക്സാം ഇടും അല്ലേ, എക്സാമൊക്കെ ഇട്ടിട്ട് എക്സാമിന് ശേഷം പിന്നെ വീണ്ടും പഠിപ്പിക്കാൻ ആരംഭിക്കും. അതായത് ആരംഭം എന്ന് പറഞ്ഞാൽ തുടങ്ങും അല്ലേ, വീണ്ടും പുതിയ വിഷയം പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ കഹത്തെ കുമ്മി തഗ്ഗ, അങ്ങനെ പറഞ്ഞ് ആ സ്കൂളിനെ പറ്റി അല്ല അവരുടെ ആ ജനറേഷനുള്ള ആ സ്കൂളിങ്ങിനെ പറ്റിയാണ് കുമ്മി പറഞ്ഞത്. അപ്പോൾ കുമ്മി അത് പറഞ്ഞ് കുമ്മി തളർന്നു, ക്ഷീണിച്ചു. എന്നിട്ട് കുമ്മി എന്താ പറഞ്ഞത്, കിത്ന ഉബാവു ഹോത്താ ഹെ യഹ് സാരാ സ്കൂൾ കാ കാം. ഉബാവു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊബ്ജാന, അതായത് മതിയാവുക അല്ലേ, ബോറിംഗ് ആയിട്ട് തോന്നുക. എത്ര ബോറിംഗ് ആയി സ്കൂളിലെ ജോലികളൊക്കെ, ഈ ഹോംവർക്ക് അല്ലേ, അങ്ങനത്തെയൊക്കെ എത്ര ബോറിംഗ് ആണ് എന്ന് കുമ്മി പറഞ്ഞു. രോഹിത് മുസ്കുരാത്തെ ഹുവേ ഉസ്കി ബാത്തേ സുൻ രഹാ താ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ രോഹിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അരേ ബുദ്ധു, ജैसे സ്കൂൾ കാ വർണ്ണൻ ഇസ് പുസ്തക് മേ ഹെ വ ഇസ്സെ ഭിന്ന ഹോത്താ ഹെ. അപ്പോൾ ഈ സ്കൂളിനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വിവരിച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ അതിനെല്ലാം വ്യത്യസ്തമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞത്. എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൽ സ്കൂളിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുമ്മി സ്കൂളിനെ പറ്റിയൊക്കെ പറഞ്ഞു, പക്ഷെ ആ സ്കൂളിൽ നിന്നും നല്ല വ്യത്യസ്തമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സ്കൂളിൻ്റെ കാര്യം അല്ലെ, സ്കൂളിനെ പറ്റി എഴുതിയിരിക്കുന്നതൊക്കെ നല്ല വ്യത്യസ്തമാണ്. വർണ്ണൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വിവരിച്ച് ഇങ്ങനെ എഴുതുക അല്ലെ, വർണ്ണിക്കുക. അപ്പോൾ ഭിന്ന എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള, അത് അലഗ്. പിന്നെ കുമ്മി കെ മൻമേ കുച്ച് ഉത്സുകത ജഗി, നല്ല എക്സൈറ്റ്മെൻറ്റ്, അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലേ, ഉത്സുകത എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ജഗി ഓർ ബോലി फिर भी उनके यहाँ മെഷീൻ के बने अध्यापक तो होते ही होंगे. അപ്പോൾ അവരുടെ ആണെങ്കിലോ മെഷീൻ കൊണ്ടുണ്ടാക്കിയ ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ അവരുടെ ആ കാലത്ത് എന്തായാലും. അപ്പോൾ കുമ്മിക്കോ യാദായ कि एक बार जब उससे भूगोल में रोज़ वही गलतियाँ होने लगी थी. അപ്പോൾ ജോഗ്രഫി അതിൽ എല്ലായ്പ്പോഴും തെറ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ तो उसकी माँ ने मोहल्ले के अध्यक्ष को बताया, ग्लोबल अल्ले, तब एक आदमी आया था और उसने उस मशीन के पुर्जे अलग कर दिए थे. അപ്പോൾ ആ ജോഗ്രഫിയുടെ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ മെഷീൻ അല്ല ഭൂഗോൾ അതിൻ്റെ ആ ഇതൊക്കെ ചീത്തയായിട്ടുണ്ട്, എന്താണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ചെയ്തത്, അമ്മ അടുത്ത മറ്റേ എന്താണ് ആ ഇടവഴിയിലുള്ള അടുത്ത ഗലി അല്ല മൊഹല്ലയുടെ ആ അധ്യക്ഷനെ ആളിനെ വിളിച്ചിട്ട് അവിടുത്തെ മെഷീനൊക്കെ ശരിയാക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുർജെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൂൾസൊക്കെ മാറ്റി അയാൾ അതിൻ്റെ റിപ്പയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. तब उसने मन ही मन यह मनाया था कि वह आदमी इस बोर करने वाले अध्यापक को पुनः जोड़ न पाए तो उसे हमेशा के लिए छुट्टी मिल जाए. അപ്പോൾ മനസ്സിൽ തന്നെ, അതായത് മൻഹിമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിച്ചത് എന്താണ് കുമ്മി ആഗ്രഹിച്ചത്, ആദ്മിക്ക് ഇത് റിപ്പയറിങ് ചെയ്ത് ശരിയാക്കാൻ പറ്റാതെ ആകട്ടെ അല്ലേ, അതാണ് ആഗ്രഹിച്ചത്. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, അതായത് ദുബാര എന്നാണ് അർത്ഥം വരുന്നത്. ജോഡ്ന പായേ തോ ഉസെ ഹമേഷക്കെലി, അങ്ങനെ ആവുകയാണെങ്കിൽ എപ്പോഴത്തേക്കുമായിട്ട് അത് എന്താണ് ആ അധ്യാപകൻ, അതായത് ജോഗ്രഫി അല്ലേ അതുമായിട്ടുള്ള ബന്ധമുള്ള
ക്ലാസ്സുകളൊന്നും നടക്കത്തില്ല. അപ്പോൾ ലേക്കിൻ ഉസ് ആദ്മിനെ മെഷീൻ കോ ഫിർ സെ ജോഡ്കർ ഉസ്കി മാ കോ ബതായ താ. അങ്ങനെ അപ്പോൾ ആ മനുഷ്യനാണെങ്കിലും അയാളെല്ലാം ഫിറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ അമ്മയോട് പറഞ്ഞു, ലഗ്താ ഹെ മെഷീൻ കെ ഭൂഗോൾ കി ചക്കി കുച്ച് തേസ് റഫ്താർ പർ തി. അപ്പോൾ പറഞ്ഞു ആ മെഷീൻ്റെ ആ ഭൂഗോളിൻ്റെ ആ ഗ്ലോബിൻ്റെ എന്താണ് ചക്കി കറങ്ങുന്ന ഇത് അത് നല്ല സ്പീഡിലായിരുന്നു. തേസ് റഫ്താർ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലായിരുന്നു അത് കറങ്ങിക്കൊണ്ടിരുന്നത്. സോ ആപ്കി ലഡ്ക്കി കെ ലിയെ ഉസെ സമജ്ന കഠിൻ ഹോ ഗയാ താ. അതുകൊണ്ടാണ് മോക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം ഉണ്ടായിരുന്നത്. കാരണം അതിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, മെനെ ആപ് ഉസ്കി ഗതി കുച്ച് ധീമി കർ ദിയ, അതിൻ്റെ സ്പീഡ് കുറച്ചിട്ടുണ്ട്. ധീമി കർന എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലേ. തേസ് റഫ്താർ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ഓടുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. കുച്ച് ധീമി കർ ദിയ, കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. സോ ആശാ ഹെ അബ് ഠീക്ക് രഹേഗ, ഇനിയിപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് അത് ശരിയായി കാണും. और कुम्मी को उसी समय भूगोल का सबक सीखने बैठ जाना पड़ा था. അപ്പോൾ സബക്ക് എന്ന് പറഞ്ഞാൽ പാട്ട്, അതിൻ്റെ പാഠം പഠിക്കാൻ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. അതേ ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ അല്ലേ. മൻഹിമൻ ഉസി മെഷീനി അധ്യാപകോ കോസ്തി രഹത്തി. അതായത് കോസ്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താണ് ഇങ്ങനെ പ്രാകുക എന്നല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേണ്ടായിരുന്നു എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കുമ്മി എപ്പോഴും അല്ലേ. കോസ്തി രേഖ വീണ്ടും ഇരിക്കേണ്ടതായിട്ട് വന്നല്ലോ. ആ സമയത്താണ് കുമ്മിക്ക് വീണ്ടും അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അല്ലേ. കോസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്, ബുറ ഭല കേന. അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് വീണ്ടും അതിൻ്റെ ഇഷ്ടമില്ലാത്ത ആ സബ്ജക്റ്റ് പഠിക്കാൻ ഇരിക്കേണ്ടതായിട്ട് വന്നു. തഭി രോഹിത് നെ കുമ്മി കെ സോച്നെ കെ സിൽസിലേക്കോ തോട. സിൽസില എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നടക്കുന്ന അക്രമം അല്ലേ, അതിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിൻ്റെ ഒരു ബ്രേക്ക് എന്ന പോലെ സിൽസിലേക്കോ തോട, അതിനെ ബ്രേക്ക് ചെയ്തു. ബോല ഹാ തബ് അധ്യാപക് തോ ഹോത്തെ തേ പരന്തു മെഷീൻ നഹി സ്ത്രീയാ ഓർ പുരുഷ് ഹോത്തെ തേ. ആ സമയത്ത് അധ്യാപകർ ഉണ്ടായിരുന്നു, പക്ഷേ അത് മെഷീൻ അല്ലായിരുന്നു, സ്ത്രീയാം ഓർ പുരുഷ്, സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നു അധ്യാപകരായിട്ട് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഇവർ മെഷീൻ അല്ലായിരുന്നു എന്ന് രോഹിത് പറഞ്ഞു. ക്യാ കഹ, എന്താ പറഞ്ഞത്? കഹി കോയി സ്ത്രീയോ പുരുഷ ഇത്തേ സാരെ വിഷയമേ സിഖാ സക്താ ഹെ. ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഇത്രയധികം വിഷയം പഠിപ്പിക്കാൻ പറ്റുമോ? ക്യൂ നഹി വ ബച്ചോ കോ സാരേ വിഷയം സംജാത്തേ തേ. അവർ എന്തുകൊണ്ട് സാധ്യമല്ല, അവരെല്ലാ സബ്ജക്റ്റും കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. ഗൃഹകാര്യ ഹോംവർക്ക് ദേത്തെ തേ ഓർ പ്രശ്ന പൂച്ച്തേ തേ. അങ്ങനെ ഹോംവർക്ക് കൊടുത്തിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും, होमवर्क तन्निट्ट പിന്നെ ചോദ്യങ്ങളും ചോദിക്കുമായിരുന്നു. അപ്പോൾ अध्यापक बच्चों के घर नहीं जाते थे बल्कि बच्चे एक विशेष भवन में जाते थे जिसे स्कूल कहते थे. അധ്യാപകർ കുട്ടികളുടെ വീട്ടിൽ പോകത്തില്ല, അതായത് ഇപ്പോൾ മെഷീൻ കുട്ടികളുടെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ ബൽക്കി ബच्चे एक विशेष भवन में जाते थे. അപ്പോൾ വിശേഷ് ഭവൻ എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു ബിൽഡിംഗ് അല്ലേ, പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ബിൽഡിങ്ങിൽ പോയിട്ടാണ് കുട്ടികൾ പഠിക്കാറ്. അപ്പോൾ അതിനെയാണ് സ്കൂൾ എന്ന് പറയുന്നത് എന്ന് രോഹിത് പറഞ്ഞ് മനസ്സിലാക്കി കുമ്മിക്ക്. कुम्मी का अगला प्रश्न था, तो क्या सब बच्चे एक समय में एक जैसी चीज़ें सीखते थे? അപ്പോൾ കുമ്മി അടുത്ത പ്രശ്നം എന്തായിരുന്നു, എല്ലാ കുട്ടികളും അപ്പോൾ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങളാണോ പഠിച്ചുകൊണ്ടിരുന്നത്? ഹാ ഏക് ആയു കെ ബच्चे एक साथ बैठते थे. ഒരേ പ്രായത്തിലുള്ള, ആയു എന്ന് പറഞ്ഞാൽ ഉമ്ർ അല്ലേ, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ലേക്കിൻ മാ कहती है कि മെഷീനി അധ്യാപक हर बच्चे की समझ के अनुसार पढ़ाता है. फिर പുരാനെ ജമാനെ മേ യഹ് कैसे സംഭവ होता था? അങ്ങനെയാണെങ്കിൽ അമ്മ പക്ഷെ പറഞ്ഞത് ഈ മെഷീൻ അധ്യാപകർ, അതായത് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ മെഷീനി അധ്യാപകർ കുട്ടികളുടെ അറിവിനനുസരിച്ചിട്ട് അല്ലേ, കുട്ടികൾക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്ത് അവരെങ്ങനെയായിരിക്കും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതെങ്ങനെയാണ് സംഭവമാവുക? അപ്പോൾ തബ് വേ ലോഗ് ഇസ് പ്രകാർ നഹി കർത്തെ थे. ഈ രീതിയിലല്ല അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുട്ടികളുമായിട്ട് ഒത്തിരി ഒരുമിച്ചിരുത്തിയിട്ടാണ് ഒരേ വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വിട്ടോ रहने दो, तुम्हारी इच्छा नहीं तो मैं वह पुस्तक तुम्हें नहीं दूंगा. നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അല്ലേ, വേണ്ട, ആ പുസ്തകം വേണ്ട, ഞാൻ നിനക്ക് തരുന്നില്ല, പുസ്തകം നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു.
കുമ്മി झट बोली झट എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലേ വേഗത്തിൽ പറഞ്ഞു നഹി നഹി मैं उसे पढ़ना चाहूँगी വേണ്ട വേണ്ട എനിക്ക് അത് പഠിക്കണം എനിക്ക് വായിക്കണം അത് कि तब स्कूल कैसे होते थे ആ സമയത്ത് എങ്ങനെയായിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞാൽ കിतनी अजीब अजीब बातें जानने को मिलेंगी കുറച്ച് എത്ര വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുക അല്ലേ ഇതൊക്കെ വായിക്കുമ്പോൾ इतने में अंदर से माँ की आवाज़ सुनकर कुम्मी बोली അതേ സമയത്ത് അമ്മയുടെ സൗണ്ട് അല്ല അമ്മ വിളിക്കുന്ന സൗണ്ട് കേട്ടു ലഗ്താ ഹൈ സബക് കാ സമയ ഹോ ഗയാ ഹൈ തോന്നുന്നു സബക് എന്ന് പറഞ്ഞാൽ പാട്ടല്ല പഠിക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നു എന്ന് കുമ്മി പറഞ്ഞു രോഹിത് ബി ഉഠാ और अपने घर की ओर चला गया രോഹിത് എണീറ്റു എന്നിട്ട് വീട്ടിലേക്ക് പോയി രണ്ടുപേരും കൂടെ കുമ്മി अपने घर की ओर चली गई കുമ്മി സ്വന്തം വീട്ടിലേക്കും പോയി अंदर മെഷീൻ ആകെ കാ സബക് ദേനെ കോ തയ്യാർ थी അപ്പോൾ അകത്താണെങ്കിലോ മെഷീൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ സബക് അതായത് പാഠം പഠിപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് മെഷീൻ സേ ആവാസ് ആനി ആരംഭ ഹോ ഗയി അപ്പോൾ മെഷീനിൽ നിന്നും സൗണ്ട് വരാൻ തുടങ്ങി ആവാസ് സൗണ്ട് അല്ലേ ആരംഭ ഹോന എന്ന് പറഞ്ഞാൽ ശുരു ഹോന ആരംഭ ഹോ ഗയി സബ്സെ പഹലെ ആജ് തുമേ ഗണിത് സീഖ്നാ ഹൈ അപ്പോൾ അതിൻ്റെ സൗണ്ട് കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് ആക്കിയിട്ടില്ലേ സബ്സെ പഹലെ ആജ് തുമേ ഗണിത് സീഖ്നാ ഹൈ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മാത്സാണ് പഠിപ്പിക്കേണ്ടത് കൽക്ക ഹോംവർക്ക് ചെയ്ത് അപ്പോൾ ഹോംവർക്കിനെ പറ്റി പിന്നെ പറയുകയാണ് അല്ലേ ഹോംവർക്ക് ഛേദ് മേ ഡാലോ അപ്പോൾ മെഷീൻ പറഞ്ഞു ആ പ്രൊവിഷൻ അതായത് മെഷീനിൽ ഒരു പ്രൊവിഷൻ ഉണ്ട് ഹോംവർക്കൊക്കെ ഇടാനായിട്ട് അപ്പോൾ അതിലോട്ട് ഇടാനായിട്ട് മെഷീൻ പറഞ്ഞു കുമ്മീനെ വൈസാഹി കിയാ കുമ്മി അതുപോലെ ചെയ്തു വ സോച്ച് റഹി थी कि कितने अच्छे होते होंगे ഈ പുരാനി സ്കൂൾ എത്ര രസമായിട്ടുണ്ടാവും എല്ലാവരും എൻജോയ് ചെയ്ത് കാണും ആ കാലത്ത് അല്ലേ ആ പഴയ കാലത്തെ ആ സ്കൂൾ എത്ര നല്ല രസമായിരിക്കും എല്ലാവർക്കും കാരണം ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ജഹാ ഏക് ഹി ആയു കെ സാരെ ബच्चे എല്ലാവരും അല്ലേ ഒരേ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ഹസ്തേ ഖേൽത്തേ കൂത്തേ കളിച്ചും ചിരിച്ചും ഒക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും അല്ലേ ഓർ പഠാനെ വാലേ പുരുഷ ഓർ സ്ത്രീയാ ഹോത്തേ ഹോങ്കി പിന്നെ പഠിപ്പിക്കുന്നവരോ സ്ത്രീകളും പുരുഷന്മാരും അതായത് അധ്യാപകന്മാരും അധ്യാപികമാരും അല്ലേ ഇതുപോലെ മെഷീൻ അല്ല ആ കാലത്ത് അപ്പോൾ എത്ര രസമായിട്ടുണ്ടാവും എല്ലാവരും എൻജോയ് ചെയ്ത് കാണും അല്ലേ കുട്ടികളും പിന്നെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് എത്ര രസമായിട്ടുണ്ടാവും ആ സ്കൂള് ഇത്തനെ മെഷീൻ സെ സ്വർ ആന ആരംഭ ഹോ ഗയാ था അപ്പോഴേക്കും ഇത്തനേമേ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഈ മെഷീനിൽ നിന്ന് സൗണ്ട് വരാൻ തുടങ്ങി ആരംഭ ഹോന എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക ശുരു ഹോന और पर्दे पर चलते हुए अक्षर एवं अंक आने शुरू हो गए थे അപ്പോൾ സ്ക്രീനിൽ എന്താ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങൾ അല്ല അക്ഷരങ്ങളും പിന്നെ അങ്ക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും ഇങ്ങനെ വരാൻ സ്റ്റാർട്ട് ചെയ്തു आने शुरू हो गए थे और कुम्मी सोच रही थी कि तब स्कूल जाने में कितना आनंद आता होगा അപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കുമ്മി ആ സമയത്ത് അതിൽ ശ്രദ്ധിക്കാതെ അതായത് മെഷീനിൽ അക്ഷരങ്ങൾ വന്നു തുടങ്ങി നമ്പേഴ്സ് വന്നു തുടങ്ങി എന്നിട്ടും കുമ്മി അതിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ആ സ്കൂളിനെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ് ആ സ്കൂളിൽ പോകുന്നത് എത്ര രസമായിട്ടുണ്ടാവും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സന്തോഷത്തോടെ എല്ലാവരും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും കിത്നി ഖുഷ് രഹത്തെ ഹോങ്കി സാരി ബच्चे എല്ലാവരും എത്ര സന്തോഷത്തോടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന് കാണും എന്ന് ഇങ്ങനെ കുമ്മി ആലോചിച്ചു കുമ്മി के हाथ जो किताब आई थी वह कब छपी होगी കുമ്മിയുടെ കയ്യിൽ കിട്ടിയിരുന്ന ആ പുസ്തകം എപ്പോഴായിരിക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവുക കുമ്മി के हाथ जो किताब आई थी वह आज के ज़माने में ही छपी होगी കുമ്മിയുടെ കയ്യിൽ കിട്ടിയിരുന്ന ആ പുസ്തകം ഇപ്പോഴത്തെ കാലത്തെ പ്രസിദ്ധീകരണമായിരിക്കണം അല്ലേ ഈ കഹാനി ഭവിഷ്യ पर आधारित है ഈ കഥ എന്താണ് ഭാവിയെ പറ്റി അത് ഫ്യൂച്ചറിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണല്ലേ और हम वर्तमान में है ഞങ്ങളാണെങ്കിലും ഇപ്പോൾ വർത്തമാന കാലത്തിലാണല്ലേ അതായത് ഇപ്പോഴത്തെ കാലത്ത് കിതാബ് ആജ് കെ സമയമേ ഛപി ഹോഗി അതായത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അത് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തെ പറ്റിയുള്ളതാണ് ആ പുസ്തകം അല്ലേ ആ സമയത്തായിരിക്കും അപ്പോൾ പ്രസിദ്ധീകരിച്ചത് എന്ന് കാണിക്കുന്നത് രോഹിത് ने कहा था कितनी पुस्तकें बेकार जाती होंगी एक बार पढ़ी और फिर बेकार हो गई क्या सचमुच में ऐसा होता है അപ്പോൾ രോഹിത് എന്താണ് ആ സമയത്ത് പറഞ്ഞത് എത്ര പുസ്തകങ്ങൾ വേസ്റ്റ് ആവുന്നുണ്ടാവും അല്ലേ ഒരു പ്രാവശ്യം പഠിച്ചിട്ട് പിന്നെ അത് വേസ്റ്റ് ആവും അത് ശരിക്കും ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് हम यह नहीं मानते हैं ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ അല്ലേ कई बार ऐसा ही होता है कि कुछ पुस्तकें केवल एक बार पढ़कर बेकार हो जाती हैं उन्हें रद्दी में देना पड़ता है ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് റദ്ദി में അതായത് എന്താണ്
ഞങ്ങൾ വേസ്റ്റായിട്ട് ഇങ്ങനെ പേപ്പേഴ്സ് കളയത്തില്ല, അതുപോലെ ബുക്സും ഇങ്ങനെ കളയും. परंतु उसमें कुछ ही किताबों के साथ ऐसा होता है. അങ്ങനെ എല്ലാ പുസ്തകങ്ങൾക്കും അങ്ങനെ സംഭവിക്കാറില്ല അല്ലേ. अधिकतर किताबें एक व्यक्ति के बाद अलग अलग व्यक्तियों के हाथों जाती हैं. അപ്പോൾ അതുപോലെ സംഭവിക്കണമെന്നില്ല അല്ലേ. ചിലപ്പോഴെന്താ സംഭവിക്കുക, ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകം മറ്റുള്ളവരുടെ കയ്യിലോട്ട് ഞങ്ങളിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കാം അല്ലേ. അതുപോലെ अधिकतर किताबें एक व्यक्ति के बाद अलग अलग व्यक्तियों के हाथों जाती हैं. വേറെ ആൾക്കാരുടെ കൈകളിലെത്താം. അപ്പോൾ വേ ബേക്കാർ नहीं होती. ആ സമയത്ത് അത് വേസ്റ്റ് ആവുന്നില്ലല്ലോ. उनके कारण कई लोगों को महत्वपूर्ण जानकारी व ज्ञान प्राप्त होता है. അതിൻ്റെ കാരണം പുസ്തകങ്ങൾ കാരണം എത്രയോ പേർക്ക് അല്ലേ നല്ല പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അറിവ് വരെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. यदि ऐसा न होता तो आज पुस्तकालय नहीं बने होते. അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലൈബ്രറീസ് അല്ലേ, പുസ്തകാലയം എന്ന് പറഞ്ഞാൽ ലൈബ്രറീസ് ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ലൈബ്രറീസിൽ മുഴുവനും പുസ്തകങ്ങളാണ് അല്ലേ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിവിൻ്റെ ആ ഭണ്ഡാരം, അതായത് ലൈബ്രറീസ് ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. कागज़ के पन्नों की किताब और टेलीविज़न के पर्दे पर चलने वाली किताब, तुम इनमें से किसको पसंद करोगे? क्यों? പേപ്പർ കൊണ്ടുണ്ടാക്കിയ പേജസ് ഒക്കെ കൂടിയിരിക്കുന്ന പുസ്തകമാണോ, അതോ ടെലിവിഷനിൽ കാണുന്ന സ്ക്രീന് അല്ലേ, സ്ക്രീനിൽ വരുന്ന ഇങ്ങനെ ഓടുന്ന അക്ഷരങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകമാണോ, നിങ്ങൾ ഏതാണ് കൂടുതൽ ആഗ്രഹിക്കുക, ഇനി എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. हम कागज़ के पन्नों की किताब को ही ज़्यादा पसंद करेंगे. इसके पीछे बहुत से कारण हैं, वे इस प्रकार हैं. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പേജസ് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ज़्यादा पसंद करेंगे. അതിന് പിറകിൽ കുറേ കാരണങ്ങളുണ്ട്. वे इस प्रकार हैं. कागज़ के पन्ने वाली किताब को हम कहीं भी सरलतापूर्वक उठाकर ले जा सकते हैं. അങ്ങനെ ബുക്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എളുപ്പമായിട്ട്, सरलतापूर्वक എന്നാൽ എളുപ്പമായിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റും അല്ലേ. इसके विपरीत टेलीविज़न के पर्दे पर चलने वाली किताब को उठाकर ले जाना कठिन होगा. ടെലിവിഷനിലെ സ്ക്രീനിൽ വരുന്ന പുസ്തകമാണെങ്കിലോ അത് എടുത്തു കൊണ്ടുപോകാൻ പ്രയാസമാണ്. यदि उठाकर ले जाने की सुविधा भी उपलब्ध हो फिर भी यह किताब की तुलना में अधिक भारी होगी. അപ്പോൾ ഇത് എടുത്തു പോകാനുള്ള സുവിധ, അതായത് അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് അല്ലെ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ഉപലബ്ധ ഹോ ഫിർ ബി കിതാബ് കി തുലനാമേ, സാധാരണ പുസ്തകങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ പൊക്കിക്കൊണ്ട് പോകാൻ. कागज़ के पन्ने वाली किताब को कभी भी और कहीं भी पढ़ा जा सकता है. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പേജസ് ഉള്ള പുസ്തകമാണെങ്കിലോ അതെവിടെ വേണമെങ്കിലും അല്ലേ, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് പുസ്തകം വായിക്കാൻ പറ്റും. परंतु टेलीविज़न के पर्दों पर चलने वाली किताब को कहीं नहीं पढ़ा जा सकता. അപ്പോൾ എവിടെ പോയാലും കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ പറ്റത്തില്ല, അപ്പോൾ അത് സാധിക്കത്തില്ല. इसके लिए हर समय बिजली की आवश्यकता होगी. അപ്പോൾ കറണ്ടും ആവശ്യമാണ് അല്ലേ അതിനു വേണ്ടിയിട്ട്. यदि इसे चार्ज भी किया जा सके तो एक निश्चित समय के लिए ही इसे चलाया जा सकेगा. അപ്പോൾ അത് ചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട് അല്ലേ, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. അത്രയും സമയത്ത് മാത്രമേ അതിൻ്റെ ചാർജ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ചാർജ് സമാപ്ത് होने पर यह बंद हो जाएगी. ചാർജ് തീർന്നാലോ അത് നിന്നു പോവും അല്ലേ. അപ്പോൾ കാഗസ് കെ പന്നെ വാലി കിതാബ് കെ സാത്ത് യഹ് പരേശാനി നഹി ആയേഗി. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണെങ്കിലോ അത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അല്ലേ, ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എടുത്തുകൊണ്ട് എവിടെയും കൊണ്ടുപോകാം അല്ലേ. कागज़ के पन्ने वाली किताब में आने वाला खर्च एक बार होगा, परंतु टेलीविज़न के पर्दों पर चलने वाली किताब पर बार बार बिजली आदि का खर्च करना पड़ेगा. അപ്പോൾ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പുസ്തകം അല്ലേ, പുസ്തകം അതിനെ കൊണ്ട് എന്താണ് ലാഭം? ചെലവ് കുറവാണ്. ഖർച്ച് എന്ന് പറഞ്ഞാൽ ചെലവ് കുറവാണ്. അതൊരു പ്രാവശ്യം മാത്രം മേടിച്ചാൽ മതി. പക്ഷേ ടെലിവിഷനിൽ ഉണ്ടാവുന്ന ആ പുസ്തകമാണെങ്കിലോ അതിന് ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി ബില്ല്, അതായത് ഇലക്ട്രിസിറ്റി അതിൻ്റെ കൂടുതൽ ചിലവ് വരും അല്ലേ, ഖർച്ച. कागज़ के पन्ने वाली किताब को आवश्यकता अनुसार पढ़ा जा सकेगा, परंतु बिजली के पर्दों पर चलने वाली किताब को एक बार में ही पूरा पढ़ना पड़ेगा, अन्यथा उसे दोबारा आराम से चलाना पड़ेगा. അപ്പോൾ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞങ്ങൾക്ക് എത്ര വേണോ അത്രയും വായിക്കാം അല്ലേ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ പുസ്തകം എത്ര വേണോ ആവശ്യകത അനുസരിച്ച് എത്ര ആവശ്യമുണ്ടോ അത്രയും ഞങ്ങൾക്ക് വായിച്ചിട്ട് വെക്കാം. പക്ഷേ ഈ
കറണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന അതിലെ ടെലിവിഷൻ്റെ ആ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആ പുസ്തകം परंतु बिजली के पर्दे पर चलने वाली किताब को एक बार में ഒരു പ്രാവശ്യം തന്നെ അത് വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. പൂരാ പഠന പഠിക, ഒറ്റയടിക്ക് അത് വായിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ വീണ്ടും അത് ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അന്യഥ ഉസേ ദുബാര വീണ്ടും ആരംഭ സേ ചലാന ഹോഗ, വീണ്ടും അതിനെ ശുരു സേ ഹി ചലാന ഹോഗ, ആരംഭ സേ ഹി ചലാന ഹോഗ, വീണ്ടും അത് സ്റ്റാർട്ടിങ് തൊട്ടേ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. തും കാഗസ് പർ ഛപ്പി കിതാബോ സെ പഠത്തെ ഹോ, അപ്പോൾ ഞങ്ങൾ സാധാരണ പേപ്പറിലൊക്കെ അച്ചടിച്ച പുസ്തകങ്ങളാണ് വായിക്കാറല്ലേ. പത്താ കറോ കി കാഗസ് സെ പെഹലെ കി ഛപ്പായി കിസ് കിസ് ചീസ് പർ ഹുവാ കർത്തി തി, അപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ, അതായത് പേപ്പേഴ്സിൽ ഞങ്ങൾ പ്രിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ അല്ലേ എന്തൊക്കെ സാധനങ്ങളുടെ മേലെയാണ് ഈ പ്രിൻ്റ് അടിക്കുക, അതായത് ഇതിൻ്റെ മേലെയൊക്കെയാണ് അവർ എഴുതാറ്. कागज़ से पहले छपाई भोजपत्रों, छालों, लकड़ी और धातु से बने पत्रों पर होती थी. അപ്പോൾ പേപ്പറുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രിൻറ്റിങ് ഏതിലായിരുന്നു? പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതലല്ലേ, ഇങ്ങനെ കുത്തി ഇങ്ങനെ എഴുതലാണ്. അപ്പോൾ ഭോജ്പത്രവും എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു ലീഫ്, ഒരു എന്താണ് തോലാണ്. അത് ഈ മലപ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരുതരം വൃക്ഷം അല്ല, അതിൽ നിന്ന് കിട്ടുന്ന തോല്, അത് ഭോജ്പത്രവും പിന്നെ ഛാലും തോലുകളാണ്, മരത്തിൻ്റെ ഈ തോലുകൾ, അതിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ലക്ഡി ഓർ ധാതു, മരങ്ങളിലും കുത്തി ഇങ്ങനെ എഴുതാറുണ്ട്. അത് മാത്രമല്ല ധാതു എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലേ, മെറ്റലിലും എഴുതാറുണ്ട്. അതൊക്കെ ആണ് പണ്ട് കാലത്ത് പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലേ, പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പണ്ട് കാലത്തെ ആൾക്കാർ പ്രിൻറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കാറ്, അതായത് എഴുതാനായിട്ട് ഉപയോഗിക്കാറ്. तुम मशीन की मदद से पढ़ना चाहोगे या अध्यापक की मदद से? दोनों के पढ़ाने में किस किस तरह की आसानियाँ और मुश्किल हैं? അപ്പോൾ മുഷ്കിലേ ഹേ, അപ്പോൾ നിങ്ങൾക്ക് മെഷീൻ്റെ സഹായത്തോടെ പഠിക്കുന്നതാണോ ഇഷ്ടം, അത് അധ്യാപകന്മാരുടെ സഹായത്തോടെ? അപ്പോൾ ദോനോക്ക് പഠാനേമേ, അവരുടെ പഠിപ്പിക്കലിൽ ഏതൊക്കെയാണ് പ്രയാസങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളതും പ്രയാസങ്ങളൊക്കെ ഉള്ളതും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹമേ അധ്യാപക് സെ പഠന ജ്യാദ ആസാനാണ്, എളുപ്പം എന്താണ് അധ്യാപകന്മാർ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അച്ഛാ ലഗേഗ ക്യോंकि वे हमारी मुश्किलों का हल तुरंत ही विस्तार पूर्वक और अलग अलग तरीके से बता सकते हैं. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ആക്കി തരും അല്ലേ ഞങ്ങളുടെ ടീച്ചേഴ്സ്. ഹൽ തുരന്ത് ഹി, അതിൻ്റെ സൊല്യൂഷൻസ് ഉടനെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വിസ്താർ പൂർവ്വക് और अलग अलग तरीके से, അതും വെവ്വേറെ തരത്തിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. മെഷീൻ സെ യഹ് ജ്ഞാൻ മിൽന തോടാ മുഷ്കിൽ ഹോ ജായേഗ, മെഷീനിൽ നിന്നും കുറച്ച് പ്രയാസമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ. അപ്പോൾ ഏക അധ്യാപക് സഭി വിഷയ നഹി പഠാ സക്തി, ഒരു അധ്യാപകന് എല്ലാ വിഷയങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും इसके विपरीत मशीन से सभी विषयों के बारे में जानकारी प्राप्त हो जाएगी. പക്ഷെ മെഷീനിൽ നിന്നും എല്ലാ വിധത്തിലുള്ള അറിവും അല്ലേ, എല്ലാ അറിവും ആ മെഷീനിൽ നിന്നും ലഭിക്കും ഞങ്ങൾക്ക്. अध्यापक से पढ़ते समय डांट खाने के डर लगा रहता है. എപ്പോഴും അധ്യാപകന്മാരുടെ വഴക്ക് കിട്ടുമോ എന്നൊരു പേടി ഉണ്ടാവും അല്ലേ. മെഷീൻ സെ പഠത്തെ സമയം ऐसा डर नहीं लगेगा, പക്ഷെ മെഷീനിൽ നിന്നും പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങനെ പേടി തോന്നാറില്ല. മെഷീൻ ഹമാരെ നിയന്ത്രൺ മേ ഹോഗി, മെഷീന് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഹം മെഷീൻ കെ നിയന്ത്രൺ മേ നഹി ഹോങ്കെ, മെഷീൻ ഞങ്ങളെ നിയന്ത്രിക്കത്തില്ല. അധ്യാപക് സെ പഠത്തെ സമയം ഹമേ ഉൻകെ കഹെ അനുസാർ ഹി കാര്യ കർണ പടേഗ, അധ്യാപകന്മാരിൽ നിന്നും ഞങ്ങൾ പഠിക്കുമ്പോൾ അവരെ പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിക്കണം. അപ്പോഴാണ് അവർ ശരിയും തെറ്റും എല്ലാം മനസ്സിലാക്കി തരും അല്ല, അധ്യാപകന്മാരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്